പതിവ് പോലെ തഹജ്ജുദ് നമസ്കാരത്തിനായി എഴുന്നേറ്റതായിരുന്നു തങ്ങൾ. പുറത്ത് ആരോ സംസാരിക്കുന്ന ശബ്ദം. ഇത്ര നേരത്തെ സന്ദർശകരെത്തിയോ? തങ്ങൾ വാതിൽ തുറന്നു. ഒരു സംഘം ആളുകൾ തൃശ്ശൂരിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ 3 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു. തങ്ങളുടെ ഉറക്കത്തിന് കോട്ടം വരാതിരിക്കാൻ ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതിരുന്നതാണ്, സന്ദർശകരിൽ ഒരാൾ പറഞ്ഞു. തങ്ങളുടെ മുഖത്താകെ സങ്കടം നിറഞ്ഞു. പാവ മനുഷ്യർ, എത്ര നേരമാണ് അവർ എന്നെ കാത്തിരുന്നിട്ടുണ്ടാവുക. സുബഹി നമസ്കാരവും ചായകുടിയും കഴിഞ്ഞ് സന്ദർശകർ അവരുടെ ആവശ്യങ്ങൾ തങ്ങളോട് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. പക്ഷേ തങ്ങളുടെ മുഖത്ത് അപ്പോഴും ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം താൻ അകത്തെ മുറിയിൽ കിടന്നുറങ്ങിയതുകൊണ്ടാണ് സന്ദർശകർ എത്തിയത് അറിയാതെ പോയതെന്നും ഇനി മേലിൽ അവിടെ കിടക്കില്ലെന്നും തീരുമാനിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ജീവിതാവസാനം വരെ വരാന്തയോട് ചേർന്ന മുറിയിലായിരുന്നു 4 പതിറ്റാണ്ടുകാലം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തിലെ പകരം വെക്കാനാവാത്ത നേതാവ് പാണക്കാട് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ എന്ന PMSA പൂക്കോയ തങ്ങൾ രാപ്പാർത്തിരുന്നത്.